ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വിശേഷങ്ങളാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. ഹാപ്പി ക്രിസ്മസ് എവരിവൺ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. വെൽക്കം ടു ഹനീഷ് ട്രാവലർ. ഇന്ന് നമ്മൾ പോകുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാനാണ്. അവർക്ക് വേണ്ടി ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോകാം. അത് കാണിക്കും ഗിഫ്റ്റൊക്കെ കാണിക്കണ്ടേ? എന്ത് ഭംഗിയാണ് ഇതെന്ന്. ഇത് ബിഗ് സ്വീറ്റ് ബോസ്റ്റ് ആണ്. അപ്പൊ നമുക്കിത് വെക്കാം. എനിക്ക് ഭയങ്കര ആകാംക്ഷകാവുന്നുണ്ട്. നമുക്ക് അതെന്തായത് നാഗരിക് അസ്പതാൽ, സിവിൽ ഹോസ്പിറ്റൽ. ഹനി പറഞ്ഞ മാതിരി ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവരുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഒരു പാട്ടാകാൻ വേണ്ടി ഞങ്ങളെയും കൂടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അമ്പാലയിൽ നിന്ന് 20 കിലോമീറ്റർ, ഏതാണ്ട് 20 കിലോമീറ്റർ അകലെ കാൽപ്പി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ വീട്. അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ വേറൊരു ഫാമിലി ഫ്രണ്ടും കൂടി കാൽപ്പിലേക്ക് പോവാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഞങ്ങളുടെ പുറകെ വേറെ കാറിലുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ കടുക് പാടങ്ങളാണ്. ഉത്തരേന്ത്യയിൽ ഇത് കടുക് പൂക്കുന്ന സീസണാണ്. നമുക്ക് എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഇങ്ങനെ നല്ല മഞ്ഞ നിറത്തിൽ കടുക് പൂത്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ കാൽപ്പി എന്ന് പറഞ്ഞാൽ ബല്ലിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു വില്ലേജ് ടൈപ്പാണ്, ഗ്രാമം പോലെയാണ്. അപ്പോൾ പോകുന്ന വഴികളും ഒക്കെ അതുകൊണ്ട് തന്നെ 2 സൈഡിലും നിറയെ കൃഷിസ്ഥലങ്ങളും ഇതേപോലെ സിൽവർ റോക്സ് മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു റിഫ്രഷിങ് ഫീലാണ് നമുക്ക് കാൽപ്പിയിലേക്ക് പോകുമ്പോൾ തന്നെ ഉണ്ടാവുക. അങ്ങനെ ഞങ്ങൾ ഏകദേശം 12 മണിയൊക്കെ ആയപ്പോഴാണ് അമ്പാലയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ ചെന്നു. അവരുടെ വീട്ടിൻ്റെ അടുത്ത് വഴിയിൽ ചെറിയ പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നു. അവരത് ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി നക്ഷത്രവും പുൽക്കൂടും ഒക്കെ ഒരുക്കി ഞങ്ങൾക്ക് വേണ്ടി കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി വിഷസൊക്കെ അറിയിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ്മസിൻ്റെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞ് വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. ചേച്ചി ഞങ്ങൾക്ക് കേക്കും വൈനൊക്കെ തന്നു. അപ്പോൾ കേക്കും വൈനൊന്നും ഇല്ലാണ്ട് എന്ത് ക്രിസ്മസ് ആണല്ലേ. അപ്പോൾ കേക്കും വൈനും ഒക്കെ ചേച്ചിയുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡായിട്ടുള്ള സാധനങ്ങളാണ്. ഞങ്ങൾ അതൊക്കെ നല്ലോണം ആസ്വദിച്ച് കഴിച്ചു. പിന്നെ കുട്ടികൾ കുറച്ച് സമയം നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു. അവരെല്ലാവരും കൂടി വൺസ് ഇൻ എ വൈലാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും കൂടി കണ്ടപ്പോൾ ആ സന്തോഷത്തിൽ എല്ലാവരും കുറച്ച് സമയം കളിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്തു. ഞങ്ങളുമൊക്കെ ആ സന്തോഷത്തിൽ പങ്കുചേർന്നു. അപ്പോൾ എല്ലാവരും കേക്ക് കഴിക്കുന്നത് ധൃതിയിലാണേ. കേക്കും വൈനൊക്കെ കഴിച്ച് കുറച്ച് സമയം അങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഒരു 2 മണി 2:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾക്കാണ് ആദ്യം കൊടുത്തത്. ചേച്ചി നല്ല ബിരിയാണിയും സാലഡും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ആദ്യം കൊടുക്കുകയാണേ. അപ്പോൾ അവരെ കഴിച്ചിട്ട് ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ടേസ്റ്റ് ഉണ്ട് അത് തന്നെ. വേണ്ട, മറ്റേ കപ്പിലെടുത്തോട്ടോ. അതാ നല്ലത്. അങ്ങനെ കുട്ടികളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളുടെ ഊഴമായി. ഞങ്ങൾ പിന്നെ അങ്ങനെ ഇരുന്ന് കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞ് അറിയാമല്ലോ, നമ്മൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറേ നാൾ കൂടിയിട്ട് കാണുകയാണ്. അപ്പോൾ നമ്മൾ കാശ്മീർ ട്രിപ്പിന് ശേഷം ഇപ്പോൾ അതിൽ 2 ഫാമിലി ഞങ്ങളുടെ കൂടെ കാശ്മീർ ട്രിപ്പിലും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കാശ്മീർ ട്രിപ്പിന് ശേഷം പിന്നെ 1-2 പ്രാവശ്യം അങ്ങനെ വെറുതെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അത്രയും ദിവസത്തെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പറഞ്ഞ് ഞങ്ങൾ കഴിച്ച ശേഷം ഇവർ ആണുങ്ങളും കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾ കളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ്സിൽ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ അതൊക്കെ പൊട്ടിച്ചപ്പോൾ തന്നെ
കഴിക്കാൻ തുടങ്ങി. ചെറിയ കുഞ്ഞവിടെ അതെ ഇടി അവനെ എടുക്കാൻ അവൻ നോക്കുന്നു എല്ലാം സെയിം ആണ്. ആ രണ്ടെണ്ണം എടുത്തോടെ പറഞ്ഞ് നോക്കുന്നുണ്ടോ? ആ ഇട് അത് എവിടെ നന്ദു എവിടെ ഏതിലെവിടെ റോസ് നല്ല സ്മെല്ല് അല്ലേ? അച്ചു എടുത്തില്ലേ? റോസാപ്പൂവിന്റെ പോലെ അല്ലേ? ആ ശരിയാ കാണിച്ച് മിഠായി റോസാപ്പൂവിന്റെ പോലെ ഇരിക്കുന്നു. താങ്ക് യു. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നല്ല തണുപ്പല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളെല്ലാവരും വിൻ്റർ വെയർസ് ഒക്കെ ഇട്ടിട്ടാണ് വീട്ടിനകത്ത് തന്നെ ഇരിക്കണേ. ഹീറ്റർ ഓണാണ്. അപ്പോൾ പിന്നെ ചേച്ചി നിർബന്ധിച്ച് ചായയൊക്കെ കുടിച്ച് ഒരു 5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. അപ്പം എന്തായാലും ഒരു 5 മണിക്കൊന്നു ശേഷം ഏകദേശം ഇരുട്ടാവുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇത്രയും കിലോമീറ്റർ പോവുകയും വേണം. നല്ല ഫോഗൊക്കെ ആണെങ്കിൽ പിന്നെ വണ്ടി ഓടിക്കാനും ബുദ്ധിമുട്ടായിരിക്കില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ തന്നെ അതിപ്പോൾ 5:30 ആയതേ ഉള്ളൂ സമയം. അപ്പോഴത്തേക്കും തന്നെ ഇത് കുറച്ച് നല്ലോണം ഫോഗൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ കാൽപ്പി എന്ന് പറയുന്നത് കുറച്ചൊരു വില്ലേജ് ടൈപ്പാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത്തിരി മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ അതേ സമയം 5:30 സമയം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും 5:30 അവസ്ഥയാണിത്. ഇപ്പോൾ വിൻ്റർ ഇപ്പോൾ ഡിസംബറൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ ഏതാണ്ട് എല്ലാ ദിവസങ്ങളും ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഇത്തിരി ഫോഗ് കുറവായിരുന്നു. അതിൻ്റെ തലേ ദിവസമൊക്കെ നല്ലോണം ഫോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഓടിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് ഫോഗ് കുറവായ കാരണം നല്ല വിസിബിലിറ്റി വലിയ കുഴപ്പമില്ലാണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഓടിച്ച് അംബാല എത്താൻ പറ്റി. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ അംബാലയിൽ ഒരു ഹോളി റെഡീമർ ചർച്ച് എന്ന് പറഞ്ഞിട്ട് കുറേ പുരാതനമായൊരു കാത്തലിക് ചേർച്ച് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാ വർഷവും വളരെ നല്ല രീതിയിൽ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്നതാണ്. തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ അതും കൂടി കണ്ടിട്ടാണ് വീട്ടിലേക്ക് പോയത്. പള്ളിയിലത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.